ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ടോക്സിക് എംപതി. കരുണ എപ്പോൾ ദൗർബല്യമാകുന്നു. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കണം, കരുണയുള്ളവരാകണം, എല്ലാവരോടും സഹതാപം കാണിക്കണം. തീർച്ചയായും സഹാനുഭൂതിയും കരുണയും മനുഷ്യനെ മഹാനാക്കുന്ന ഗുണങ്ങളാണ്. എന്നാൽ എല്ലാ നല്ല കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധി കടന്നു പോകുമ്പോൾ അതേ കരുണ നമ്മെ തന്നെ ദുർബലമാക്കുകയും ജീവിതത്തെ തകർക്കുകയും ചെയ്യും. അതിനെയാണ് ടോക്സിക് എംപതി എന്ന് വിളിക്കുന്നത്. ടോക്സിക് എംപതി എന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെയും പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ സ്വന്തം ആവശ്യങ്ങളും മൂല്യങ്ങളും അവഗണിക്കുന്ന അവസ്ഥയാണ്. ഒരാൾ നമ്മളെ വേദനിപ്പിച്ചാലും അവൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിച്ച് അവൻ്റെ തെറ്റുകൾ ന്യായീകരിക്കുന്നത് ടോക്സിക് എംപതിയുടെ ഒരു ഉദാഹരണമാണ്. ജീവിതത്തിൽ ചിലർ നിരന്തരം നമ്മളെ ഉപയോഗിച്ചേക്കാം. ചിലർ നമ്മുടെ ദയയും സഹാനുഭൂതിയും മുതലെടുത്ത് അവരുടെ സ്വാർത്ഥതകൾ നിറവേറ്റും. എന്നാൽ ടോക്സിക് എംപതിയുള്ളവർക്ക് ഇല്ല എന്ന് പറയാൻ പ്രയാസമാണ്. കാരണം അവർ മറ്റുള്ളവരുടെ വികാരങ്ങളെ വേദനിപ്പിക്കുമോ എന്ന ഭയത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഒരു സത്യമുണ്ട്, നിങ്ങൾ എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടാകില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ചുമന്ന് നടക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പിന്നിലേക്ക് പോകുന്നു. അവസാനം നിങ്ങൾ മാനസികമായി ക്ഷീണിക്കുകയും നിരാശനാവുകയും ചെയ്യും. യഥാർത്ഥ കരുണ ഒരാളുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നതല്ല, മറിച്ച് അവരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഒരാളെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് അവരുടെ എല്ലാ പ്രവൃത്തികളെയും അംഗീകരിക്കണമെന്നില്ല. ഒരാളെ മനസ്സിലാക്കുന്നു എന്നതുകൊണ്ട് അവർ നിങ്ങളെ വേദനിപ്പിക്കാൻ അവകാശം ലഭിക്കുന്നില്ല. ജീവിതത്തിൽ അതിരുകൾ സ്ഥാപിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് ആത്മാഭിമാനമാണ്. ഇല്ല എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാൻ പഠിക്കുക. നിങ്ങളുടെ സമയത്തിനും ഊർജത്തിനും വില നൽകാൻ പഠിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത പക്ഷം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. കരുണയും വിവേകവും ഒരുമിച്ച് നടക്കണം. കരുണ മാത്രം മതിയാകില്ല. വിവേകമില്ലാത്ത കരുണ പലപ്പോഴും ചൂഷണത്തിലേക്കാണ് നയിക്കുന്നത്. അതുപോലെ കരുണയില്ലാത്ത വിവേകം കഠിനതയിലേക്ക് നയിക്കും. വിജയകരമായ ജീവിതത്തിൻ്റെ രഹസ്യം ഈ രണ്ടിനും ഇടയിലുള്ള സന്തുലിതാവസ്ഥയാണ്. ഓർമ്മിക്കുക, നല്ല മനുഷ്യനാവുക എന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നതല്ല. നല്ല മനുഷ്യനാകുക എന്നത് ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ചിലപ്പോൾ ശരിയായ കാര്യം ഒരാളുടെ ആവശ്യത്തോട് ഇല്ല എന്ന് പറയുന്നതായിരിക്കും. ചിലപ്പോൾ ഒരാളിൽ നിന്ന്
അകന്നു നിൽക്കുന്നതായിരിക്കും. ചിലപ്പോൾ സ്വന്തം മനസ്സമാധാനം സംരക്ഷിക്കുന്നതായിരിക്കും. ടോക്സിക് എമ്പതിയിൽ നിന്ന് മോചിതനാകുന്ന ദിവസം മുതൽ നിങ്ങൾ കൂടുതൽ ശക്തനാകും. നിങ്ങളുടെ തീരുമാനങ്ങൾ വ്യക്തമായിരിക്കും. നിങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപൂർണ്ണമാകും. അതുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കുക, സഹായിക്കുക, കരുണ കാണിക്കുക. പക്ഷേ ഒരിക്കലും സ്വന്തം ജീവിതവും ആത്മാഭിമാനവും ബലിയർപ്പിക്കരുത്. കാരണം യഥാർത്ഥ കരുണ മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ പഠിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഇൻസ്പയർ ചെയ്തെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള വീഡിയോകളുമായിട്ട് വരുന്നതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.